ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 എക്കണോമിക്സിന്റെയും പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ +1 + 2 എക്സാമിന് ശേഷമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തിരിച്ച് സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഡയറക്ഷൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ എക്കോണമി. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ ഡ്യൂറിംഗ് ദ കൊളോണിയൽ റൂൾ വാസ് പെർമനന്റ്ലി സോൾവ് ബൈ ദ ഗ്രീൻ റവല്യൂഷൻ. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവത്തോടുകൂടി കൊളോണിയൽ ഭരണകാലത്തെ കാർഷിക സ്തംഭനാവസ്ഥ പരിഹരിക്കപ്പെട്ടു. ഇത് ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഹരിത വിപ്ലവം, എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്നും പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. അതായത് 1956 ഇന്ത്യൻ വ്യവസായ നയപ്രമേയം എന്താണെന്ന് വിശദമാക്കാനും ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ചാപ്റ്റർ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫൈനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആൻഡ് ദ ടാക്സ് റിഫോംസ് ആസ് പാർട്ട് ഓഫ് ലിബറലൈസേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് 1990s. അതായത് 1990കളിൽ ഇന്ത്യ നടപ്പിലാക്കിയ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി ധനകാര്യ മേഖലയിലും നികുതി മേഖലയിലും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദമാക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ ഇൻ 1991 ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അതായത് ഇന്ത്യയിൽ 1991 നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിലും അതുപോലെ വ്യാവസായിക മേഖലയിലും ഉണ്ടാക്കിയ അനന്തര ഫലങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ ആണ് പോവർട്ടി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പോവർട്ടി ആൻഡ് കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് ദാരിദ്ര്യമെന്നും ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 3 അപ്രോച്ചസ് ഓഫ് ഗവൺമെന്റ് ടു റെഡ്യൂസ് പോവർട്ടി ആൻഡ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ പോവർട്ടി അലവേഷൻ പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് സ്വീകരിച്ച നയങ്ങൾ, പ്രോഗ്രാംസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ ഒരു വിമർശനാത്മക രീതിയിൽ വിലയിരുത്താൻ ചോദിച്ചിട്ടുണ്ട്. പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റൻ ഇതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പം മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ എന്തെല്ലാമെന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ക്യാപിറ്റൽ. മനുഷ്യ മൂലധനത്തിന് സംഭാവന ചെയ്യുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ, റൂറൽ ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓർഗാനിക് ഫാമിംഗ്. എന്താണ് ഓർഗാനിക് ഫാമിംഗ് എന്നും അതുപോലെ തന്നെ അവയുടെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പഠിച്ചിരിക്കേണ്ടതാണ്. എന്താണ് ജൈവ കൃഷി എന്നും ജൈവ കൃഷിയുടെ മേന്മകളും പോരായ്മകളും പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സം മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അതായത് കാർഷിക വിപണനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെവൻത് ചാപ്റ്റർ, എംപ്ലോയ്മെന്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ അവർ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള തൊഴിലില്ലായ്മ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ സെക്ടർ വർക്കേഴ്സ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സ്. അതായത് ഫോർമൽ സെക്ടർ വർക്കറും ഇൻഫോർമൽ സെക്ടർ വർക്കറും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഔപചാരിക മേഖലയിലെ തൊഴിലാളികളും അതുപോലെ അനൗപചാരിക മേഖലയിലെ തൊഴിലാളികളും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് പഠിക്കുക. 9th ചാപ്റ്റർ, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. വാട്ട് ആർ ദ മേജർ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്താണ് സുസ്ഥിര വികസനമെന്നും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തെല്ലാമാണ്, സുസ്ഥിര വികസനത്തിനുള്ള പ്രധാന തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് 10th ചാപ്റ്റർ, കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ചൈന. അതായത് ചൈന നടപ്പിലാക്കിയ അല്ലെങ്കിൽ ചൈന സ്വീകരിച്ച വികസന തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. അതായത് എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക.
സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡേറ്റ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പോയിന്റ്സ് വി ഷുഡ് കീപ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിംഗ് എ ക്വസ്റ്റ്യനെയർ ഫോർ കണ്ടക്ടിങ് എ സർവേ. അതായത് വിവരശേഖരണത്തിനായി ചോദ്യവലികൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. അപ്പോൾ എന്താണ് സാമ്പിളിംഗ് എറർ എന്നും അതുപോലെ തന്നെ 3 തരത്തിലുള്ള നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പൈലറ്റ് സർവേ ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ. എന്താണ് പൈലറ്റ് സർവേ, എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ എന്നും അവയുടെ മേന്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ആണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ബൈ എക്സ്ക്ലൂസീവ് മെത്തേഡ്. അതായത് കുറച്ച് ഡേറ്റ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുക. എക്സ്ക്ലൂസീവ് മെത്തേഡ് പ്രകാരം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ലെസ് ദാൻ ഒജീവ് ആൻഡ് മോർ ദാൻ ഒജീവ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. അതായത് കുറച്ച് ഡേറ്റ തന്നിട്ട് അതിൽ നിന്ന് എന്താണ് ലെസ് ദാൻ ഒജീവും അതുപോലെ തന്നെ മോർ ദാൻ ഒജീവും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ പൈ ഡയഗ്രാം ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. ഡേറ്റ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു പൈ ഡയഗ്രാം വരയ്ക്കാനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബാർ ഡയഗ്രാം ആൻഡ് ഹിസ്റ്റോഗ്രാം. ബാർ ഡയഗ്രാമും ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിക്കുക. നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് മീൻ മീഡിയൻ മോഡ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. കുറച്ച് ഡേറ്റ തന്നിട്ട് അതിൽ നിന്ന് മീഡിയൻ മോഡ് കണ്ടെത്താൻ ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇത് 8 മാർക്കിന്റെ ചോദ്യമാണ്. 7th ചാപ്റ്റർ കോറിലേഷൻ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ സ്കാറ്റർ ഡയഗ്രാം ഫ്രം ദ ഫോളോയിങ്. അതായത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷനൊക്കെ ബേസ് ചെയ്ത് ഒരു സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കാൻ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് 8th ചാപ്റ്റർ ആണ് ഇൻഡെക്സ് നമ്പർ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത് മെൻഷൻ ദ ഇഷ്യൂസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇൻഡെക്സ് നമ്പർ. അതായത് ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾ എന്തെല്ലാമോ എന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കൺസ്ട്രക്ട് ഇൻഡെക്സ് നമ്പർ ഫ്രം ദ ഗിവൺ ഡേറ്റ ബൈ യൂസിങ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്. അതായത് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് പ്രകാരം. അപ്പോൾ അത് പഠിച്ചിരിക്കണം. ലാസ്റ്റ് ചാപ്റ്റർ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം ഇതാണ്, ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ഇൻ എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിന്റെ സ്റ്റെപ്പുകൾ എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു +1 എക്കണോമിക്സിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. നിങ്ങളുടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.